ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. സംസ്ഥാന വഖഫ് ബോർഡിന് കേന്ദ്ര സർക്കാരിന്റെ നോട്ടീസ്. ഭൂമി ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതിൽ വിശദീകരണം തേടി 5 ദിവസത്തിനുള്ളിൽ മറുപടി നൽകണമെന്നാണ് നിർദ്ദേശം. ഉമീദ് പോർട്ടലിൽ നിന്ന് തർക്കഭൂമി നീക്കണമെന്ന് BJP ആവശ്യപ്പെട്ടിരുന്നു. രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര വഖഫ് മന്ത്രി കിരൺ റിജിജുവിന് കത്ത് നൽകി. ആദിൽ പാലോടും സജോ ദേവസ്യയും ചേരുന്നുണ്ട്. ആദ്യം ആദിൽ പാലോട് ഉമീദ് പോർട്ടലിൽ ഈ വഖഫിന്റെ ഭൂമിയായി, അത് തർക്കഭൂമിയാണെങ്കിൽ പോലും വഖഫ് ഭൂമിയായി വഖഫ് പോർട്ടൽ രജിസ്റ്റർ ചെയ്ത ഭൂമികളെല്ലാം രേഖപ്പെടുത്തണം എന്നുള്ളതാണ് ഉമീദ് പോർട്ടലിൽ പറഞ്ഞിരുന്നത്. വഖഫ് നിയമ ഭേദഗതി അനുസരിച്ച് അങ്ങനെയാണ് വന്നിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ നേരത്തെ ഉണ്ടായിരുന്ന വഖഫ് ബോർഡ് ഉമീദ് പോർട്ടൽ രജിസ്റ്റർ ചെയ്തത്. ഇപ്പോൾ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം ആവശ്യപ്പെടുകയാണോ കേന്ദ്ര വഖഫ് ബോർഡ്? ഉറപ്പായും അരുൺകുമാർ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം തേടുകയാണ്. 5 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്ന ആവശ്യമാണ് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം ഇത് സംബന്ധിച്ച് സംസ്ഥാന വഖഫ് ബോർഡിനോട് നിർദ്ദേശമായി നൽകിയിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ തന്നെ ആക്ഷേപമുണ്ടായിരുന്നു, നിയമവിരുദ്ധമായാണ് ഈ ഉമ്മീദ് പോർട്ടലിൽ ഈ വഖഫ് ഭൂമി, മുനമ്പത്തെ തർക്കഭൂമി ഉൾപ്പെടുത്തിയത് എന്നുള്ള കാര്യം. ഇക്കാര്യത്തിൽ ഉമ്മീദ് പോർട്ടലിൽ നിന്നും ഈ ഭൂമി നീക്കം ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്, ഉമ്മീദ് പോർട്ടലിൽ അങ്ങനെയാണെങ്കിൽ അത് വഖഫ് ഭൂമിയായി അംഗീകരിക്കേണ്ടി വരും, അങ്ങനെയാണെങ്കിൽ അവിടെയുള്ളവർക്ക് പുറത്തു പോകേണ്ടി വരും എന്നതായിരുന്നു പൊതുവിലുണ്ടായിരുന്ന ആക്ഷേപം. ഇത് കാരണം ഉമ്മീദ് പോർട്ടലിൽ നിന്നും തർക്കഭൂമി നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് BJP സംസ്ഥാന അധ്യക്ഷൻ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിനെ കാണുകയും ഇത് സംബന്ധിച്ചൊരു കത്ത് നൽകുകയും ചെയ്തിരുന്നു. നിയമവിരുദ്ധമായാണ് ഉമ്മീദ് പോർട്ടലിൽ ഭൂമി ഉൾപ്പെടുത്തിയത് എന്നതായിരുന്നു പൊതുവിൽ ഉയർന്ന ആക്ഷേപവും. ഏതായാലും ഇക്കാര്യത്തിൽ പരാതി പരിഗണിച്ചുകൊണ്ട് 5 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്ന ആവശ്യം കേന്ദ്ര വഖഫ് ബോർഡിന് മുന്നിൽ വെച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് ഇത് സംബന്ധിച്ച് വിശദീകരണം തേടി എന്ന കാര്യം സ്ഥിരീകരിക്കുകയാണ് അരുൺകുമാർ. എന്തുകൊണ്ടാണ് നിയമവിരുദ്ധമെങ്കിൽ അതെങ്ങനെയാണ്, നിയമപരമെങ്കിൽ അതെങ്ങനെ ഇതിന് സാധുതയുണ്ടാകും എന്ന ചോദ്യത്തിന് സംസ്ഥാന വഖഫ് ബോർഡ് ഉത്തരം പറയേണ്ടി വരും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വരുന്ന ബോർഡ് യോഗത്തിന് ശേഷം മറുപടി കൊടുക്കുമെന്ന അനൌദ്യോഗിക മറുപടി കൂടി കേന്ദ്രത്തിന് ലഭിച്ചിട്ടുമുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ വന്നിരിക്കുന്നു. മുനമ്പത്തെ തർക്കഭൂമി ഉമ്മീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത് എങ്ങനെ എന്ന്, അത് നിയമവിരുദ്ധമാണോ നിയമാനുസൃതമാണോ എന്ന ചോദ്യം കേന്ദ്ര സർക്കാർ സംസ്ഥാന വഖഫ് ബോർഡിനോട് ചോദിച്ചിരിക്കുകയാണ്. 5 ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം എന്നതാണ് ആവശ്യം. അരുൺ, സജോ ദേവസ്യം കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സജോ, ഉമീദ് പോർട്ടലിൽ ഭൂമി രജിസ്റ്റർ ചെയ്തതിന് വഖഫ് ബോർഡ് പറഞ്ഞ ന്യായീകരണം അത് നിയമപരമായി ചെയ്യേണ്ടതായിരുന്നു. തർക്കഭൂമിയാണെങ്കിൽ പോലും നേരത്തെ വഖഫ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എല്ലാ ഭൂമിയും അതിൽ ഉമീദ് പോർട്ടലിൽ രേഖപ്പെടുത്തണമായിരുന്നു. നീട്ടി നൽകിയ സമയത്തും കഴിയുന്ന സാഹചര്യത്തിലാണ് നിയമ നടപടി നേരിടാതിരിക്കാൻ വഖഫ് ബോർഡ് ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയായിരുന്നു, മുനമ്പത്തെ ഭൂമി അടക്കം എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇത് കേന്ദ്ര സർക്കാരിന് ബോധ്യമാവാത്തത് കൊണ്ടായിരിക്കുമോ, അതല്ല ഇപ്പോൾ ഇതിനു പിന്നിൽ മറ്റൊരു രാഷ്ട്രീയ നീക്കമാണോ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്? സജോ ദേവസ്യ. ഡോക്ടർ അരുൺകുമാർ, 2 തരത്തിലുമുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ ഉമീദ് പോർട്ടലിൽ ചേർത്താൽ, അപ്ലോഡ് ചെയ്താൽ അതിലെ എല്ലാ ചലഞ്ചുകളും സ്വാഭാവികമായി തന്നെ ഉന്നയിക്കപ്പെടുന്നതാണ്. ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ, അതായത് ഉമീദ് പോർട്ടലിൽ ഉൾപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെ വിവിധങ്ങളായ പരാതികൾ, ഇപ്പോൾ മുനമ്പത്തെ 404 ഏക്കറിന്റെ കാര്യത്തിൽ മാത്രമല്ല മറ്റ് ഭൂമികളും സമാനമായ രൂപത്തിൽ, അതായത് ഡിസ്പ്യൂട്ടിലുള്ള ഭൂമിയും ഈ കാലാവധി പരിഗണിച്ച് അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് സംബന്ധിച്ച് പരാതിയുണ്ട്. ആ പരാതി, അതായത് സാധാരണ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇത് ഡിസ്പ്യൂട്ട് ഉള്ളതാണെങ്കിൽ അത് സംബന്ധിച്ച് നോട്ടീസ് നൽകിയിട്ടുണ്ടോ, അതിന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടോ, അതിൽ ആക്ഷേപമുള്ളവരെ കേട്ടിട്ടുണ്ടോ, അത് സംബന്ധിച്ച് തീരുമാനമെടുത്തിട്ടുണ്ടോ തുടങ്ങി കുറേയധികം ചോദ്യങ്ങൾ ബാക്കിയാകും. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്ന നിലയ്ക്ക് അത് മറുപടി വഖഫ് ബോർഡ്, സംസ്ഥാന വഖഫ് ബോർഡ് നൽകേണ്ടതുമാണ്. അപ്പോൾ അതിലൊരു സ്വാഭാവിക നടപടിക്രമം കൂടി ഉണ്ട് എന്നത് ഒരു വശത്ത്. മറ്റൊന്ന്, ഈ വിഷയത്തിൽ ഇതിൽ നമുക്കറിയാവുന്നതുപോലെ അതിൽ രാഷ്ട്രീയ വിഷയങ്ങളുണ്ട്. നിരവധിയായ പരാതികൾ, ഉദാഹരണത്തിന് ഷോൺ ജോർജ് അടക്കം ഈ വിഷയത്തിൽ പരാതി നൽകിയിരുന്നു. ഒപ്പം മുനമ്പത്തെ ആണെങ്കിൽ അവിടുത്തെ ഭൂസംരക്ഷണ സമിതിയുടെ ആളുകൾ പരാതി നൽകിയിരുന്നു. അങ്ങനെ നിരവധിയായ പരാതികൾ ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ മുൻപിൽ നിലവിൽ തന്നെ വന്നിട്ടുണ്ട്. അതിൽ നേരത്തെ ഉണ്ടായ ഒരു വിവാദം, പ്രധാന രാഷ്ട്രീയ വിവാദം സംസ്ഥാനത്ത് ഉണ്ടായത് നമുക്കറിയാവുന്നതാണ്. അതായത് ഒരു തർക്കഭൂമി എങ്ങനെയാണ് അത് സംബന്ധിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ ഉമീദ് പോർട്ടലിൽ ചേർക്കുക എന്നതായിരുന്നു. അതിന് വഖഫ് ബോർഡ് പറഞ്ഞ മറുപടി, ഇതിൽ ക്ലെയിം ഉണ്ട്, അപ്പോൾ ഒരു സ്വാഭാവിക നടപടിക്രമം എന്ന നിലയ്ക്ക് കാലാവധി പൂർത്തിയാകും മുൻപ്, അതായത് സർക്കാർ നേരത്തെ ഉമീദ് പോർട്ടലിൽ ചേർക്കാൻ നിശ്ചയിച്ച് നൽകിയ കാലാവധി പൂർത്തിയാകും മുൻപ് ചേർക്കുന്നു എന്നത് മാത്രമാണ് ചെയ്തത്. അങ്ങനെ ചേർത്താൽ അത് വഖഫ് ഭൂമിയാണ് എന്ന് പറയാൻ കഴിയുകയില്ല. പുതിയ ഭേദഗതി അനുസരിച്ചാണ് ഈ കാലാവധി നിശ്ചയിച്ച് നൽകിയിരിക്കുന്നത്. അതിന്മേൽ ചലഞ്ച് പിന്നീട് ഉന്നയിക്കപ്പെടും. അങ്ങനെയുള്ള ഒരു വശം കൂടി ഇതിനുണ്ട്. അതിനപ്പുറത്തേക്ക് അത് രാഷ്ട്രീയമായി കൂടി വ്യാഖ്യാനിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നത് നമുക്ക് തള്ളിക്കളയാൻ കഴിയുകയില്ല. പക്ഷേ അതിൽ സ്വാഭാവികമായി തന്നെ ഇങ്ങനെ ചേർത്തത് കൊണ്ട് മാത്രം അത് വഖഫ് ഭൂമിയാകുന്നില്ല, അല്ലെങ്കിൽ ഡിസ്പ്യൂട്ടുള്ള ഭൂമികളുടെ കാര്യത്തിൽ അത് അംഗീകരിക്കപ്പെടണം എന്നില്ല എന്നത് ഇതിൽ ഈ കാര്യത്തിൽ വ്യക്തവുമാണ്. അതായത് ഇപ്പോൾ മുനമ്പത്തേത് മാത്രം എടുക്കുകയാണെങ്കിൽ സംസ്ഥാന സർക്കാർ
ഒരു കമ്മീഷനെ നിയോഗിച്ചിരുന്നതാണ്. അത് പുതിയ സർക്കാർ ആ കമ്മീഷൻ റിപ്പോർട്ട് പരിഗണിക്കണമോ എന്നത് വേറെ വിഷയം. അവിടെ 404 ഏക്കർ കമ്മീഷന്റെ പരിശോധനയിൽ അവിടെ യഥാർത്ഥത്തിൽ 404 ഏക്കർ ഇല്ല. ബാക്കി അതായത് കടലെടുത്തു പോയ ഭൂമി, വെള്ളക്കെട്ടൊക്കെ കഴിഞ്ഞുള്ള അവശേഷിക്കുന്ന ഭൂമി മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെയും അതായത് ഫിസിക്കലായി അവിടെ ഇല്ലാത്ത ഭൂമി കൂടി ഇതിൽ ചേർക്കപ്പെട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് അവിടെ യഥാർത്ഥത്തിൽ വരിക എന്നടക്കമുള്ള പ്രശ്നങ്ങളുണ്ട്. സ്വാഭാവികമായും ഇതിലെ ഡിസ്പ്യൂട്ട് കോടതിയിലും ട്രൈബ്യൂണലിലും ഒക്കെ നടക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ സ്വാഭാവികമായി തന്നെയുള്ള ഒരു വിശദീകരണം തേടൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷെ അതിനും അപ്പുറത്തേക്ക് അതിന് രാഷ്ട്രീയ മാനം കൂടിയുണ്ട് എന്നതിൽ തർക്കവുമില്ല. ഓക്കെ, ആദിൽ പാലോട് കൂടിയുണ്ട്. ആദിൽ പാലോട്, UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നേരത്തെ വഖഫ് ബോർഡിന്റെ ഈ നീക്കത്തെ വിമർശിച്ചിരുന്നു. മിനിറ്റുകൾ കൊണ്ട് ഇത് പരിഹരിക്കാമെന്നായിരുന്നുവെന്ന് പ്രതിപക്ഷത്ത് നിന്ന് VD സതീശൻ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ അതിന് പറ്റാത്ത സാഹചര്യത്തിലേക്ക് കുരുക്കിലാക്കിയിരിക്കുന്നു എന്നാണ് പിന്നീട് മുഖ്യമന്ത്രി ആയതിനു ശേഷം VD സതീശൻ തന്നെ പറഞ്ഞത്. ഉമീദ് പോർട്ടലിൽ പക്ഷേ ഭൂമി രജിസ്റ്റർ ചെയ്തത് നിലവിലിരിക്കുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും ഉമീദ് പോർട്ടലിൽ ഭൂമി രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ വിവാദത്തിലിരിക്കുന്ന ഡിസ്പ്യൂട്ടിലുള്ള ഭൂമിയാണെങ്കിൽ പോലും ഒരിക്കൽ രജിസ്റ്റർ ചെയ്താൽ ആ ഭൂമി ഉമീദ് പോർട്ടൽ രജിസ്റ്റർ ചെയ്യാതിരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് രജിസ്റ്റർ ചെയ്തതെന്നുള്ളതാണ് വഖഫ് ബോർഡിന്റെ വാദം. എന്നാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരാണ്, കേന്ദ്ര വഖഫ് ബോർഡ് പോലുമല്ല, കേന്ദ്ര വഖഫ് മന്ത്രിയായ കിരൺ റിജിജുവാണ് ഇപ്പോൾ പ്രതികരണം തേടിയിരിക്കുന്നത്. ഇതാകട്ടെ BJP നേതാക്കൾ കൊടുത്ത കത്തിന്മേലാണ് താനും. അപ്പോൾ വീണ്ടും മുനമ്പത്തൊരു രാഷ്ട്രീയ നീക്കം നടത്താൻ ശ്രമിക്കുകയാണോ? നേരത്തെ BJP നടത്തിയ രാഷ്ട്രീയ നീക്കം പാളുന്നതും നമ്മൾ കണ്ടു. കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന നിലപാടാണ് അന്ന് മന്ത്രി കിരൺ റിജിജു അടക്കമുള്ളവർ എടുത്തത്. അതിൽ മുനമ്പത്തുകാർ പ്രതിഷേധിക്കുന്നത് നമ്മൾ കണ്ടു. വീണ്ടും മുനമ്പത്തെ വെച്ച് രാഷ്ട്രീയ നീക്കം നടത്തുകയാണോ BJP? ആദിൽ പാലോട്. ഉറപ്പായും അരുൺകുമാർ അങ്ങനെ തന്നെ കരുതേണ്ടി വരും. അരുൺ പറഞ്ഞതുപോലെ നേരത്തെ നടത്തിയ പല രാഷ്ട്രീയ നീക്കങ്ങളും BJPക്ക് മുനമ്പത്തെ കാര്യത്തിൽ പാളുന്നതാണ് കണ്ടതെങ്കിൽ ഇത് കുറച്ചുകൂടി നിയമപരമായ നടപടികളിലേക്ക് കടന്നിരിക്കുന്നു എന്ന് വേണം കരുതാൻ. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലാണ്, കഴിഞ്ഞ ആഴ്ചയാണ് ദില്ലിയിലെത്തിയ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര വഖഫ് മന്ത്രി കിരൺ റിജിജുവിനെ നേരിൽ കാണുകയും ഇത് സംബന്ധിച്ചുള്ള പരാതി നൽകുകയും ചെയ്തത് എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നതാണ്. നിയമവിരുദ്ധമായി എങ്ങനെയാണ് ഉമ്മീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക എന്ന ചോദ്യമാണ് BJP ഉയർത്തുന്നത്. അത് ചെയ്തത് LDF നിയമിച്ച ഒരു സംവിധാനമാണ്. KS ഹംസ ചെയർമാനായിട്ടുള്ള വഖഫ് ബോർഡാണ് ചെയ്തത്. KS ഹംസയെ നിയമിക്കുന്നതും നിയോഗിക്കുന്നതും CPM ഭരണകാലത്തുമാണ്, LDF ഭരണകാലത്തുമാണ്. ഏതായാലും ഇത് തമ്മിൽ തന്നെ തർക്കമുണ്ട്. ഇത് ചെയ്തതിനെ ചൊല്ലി UDF-നുള്ളിലും തർക്കമുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ BJP ഒരല്പം കടന്ന് പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെയാണ് കിരൺ റിജിജുവിനെ കണ്ട് നേരിട്ട് തന്നെ ഇതിന്റെ ഗൗരവം അവതരിപ്പിച്ചത് രാജീവ് ചന്ദ്രശേഖർ. അതിന് പിന്നാലെ കിരൺ റിജിജു ഇടപെട്ടപ്പോൾ കേന്ദ്രം സംസ്ഥാന വഖഫ് ബോർഡിന് കത്തു നൽകിയിരിക്കുകയാണ്. ഈ മറുപടി എന്താകും എന്നതാണ് ഇനി അറിയേണ്ടത്. നിയമപരമായി സാധാരണഗതിയിൽ ഒരു തർക്കഭൂമിയാണ്, മുത്തവല്ലിയാണ് ചെയ്യേണ്ടത്. അത് തമ്മിലൊക്കെ ചില തർക്കങ്ങളും നിയമപ്രശ്നങ്ങളും നിയമക്കുരുക്കുകളും ഒക്കെ ഉണ്ട്. ആ കുരുക്കുകൾക്കപ്പുറം ഇതെങ്ങനെയാണ് വഖഫ് ഭൂമി എന്ന് കരുതി ഉമ്മീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത് എന്ന ചോദ്യത്തിനാണ് സംസ്ഥാന വഖഫ് ബോർഡ് ഉത്തരം നൽകേണ്ടി വരിക. സജോ ദേവസ്വയുമാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഉമീദ് പോർട്ടലിൽ മുനമ്പത്തെ വഖഫ് ഭൂമി രജിസ്റ്റർ ചെയ്തതിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ വിശദീകരണം ചോദിച്ചിരിക്കുന്നു. മന്ത്രി കിരൺ റിജിജുവാണ് സംസ്ഥാന വഖഫ് ബോർഡിനോട് വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നത്.